ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റിസർച്ചാണ്. റിസർച്ചിൽ ഇന്ന് കൈകാര്യം ചെയ്യുന്ന 4 കാര്യങ്ങൾ ഇതൊക്കെയാണ്, ടൈറ്റിൽസ് ഇതൊക്കെയാണ്: റിസർച്ച്, മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് എന്താണ് റിസർച്ച് എന്നുള്ളത് നമുക്ക് നോക്കാം. റിസർച്ച് ഈസ് ഈക്വൽ ടു റീ പ്ലസ് സെർച്ച്. റീ മീൻസ് അഗെയിൻ ആൻഡ് അഗെയിൻ, സെർച്ച് മീൻസ് ടു ഫൈൻഡ് ഔട്ട് സംതിങ്. ഓക്കെ, അപ്പോൾ അതായത് റിസർച്ച് എന്ന് വെച്ചാൽ റിസർച്ച് മീൻസ് സെർച്ചിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ടു ഫൈൻഡ് ഔട്ട് സംതിങ്. ഒരു കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യുന്നതിനെയാണ് റിസർച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കണ്ടെത്തുക എന്നാണ് പറയുന്നത് ഫോർ സംതിങ്. ഓക്കെ, അപ്പോൾ അത് പുതിയതാവാം അല്ലെങ്കിൽ എന്താവാം, പഴയതാവാം. ഓക്കെ, അതായത് പ്രൂവിങ് എക്സിസ്റ്റിംഗ് നോളജ്. എക്സിസ്റ്റിംഗ് നോളജിനെ നമുക്ക് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാം. അതല്ല എങ്കിൽ ഡിസ്പ്രൂവിങ് എക്സിസ്റ്റിംഗ് നോളജ്, അതായത് നിലവിലുള്ള നോളജിന്, അതായത് പുതിയ ഒരു നിലവിലുള്ള ഒരു സിദ്ധാന്തം തെറ്റാണെന്നും നമ്മൾ കൊണ്ടുവരുന്ന സിസ്റ്റമാണ് ശരിയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ചിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഡിസ്പ്രൂവിങ് എക്സിസ്റ്റിംഗ് നോളജ്. ഓക്കെ, അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ന്യൂ നോളജ്, അല്ലെങ്കിൽ എന്താ ഒരു ശൂന്യമായിട്ടുള്ള ഒരവസ്ഥയിൽ നമ്മൾ പുതിയതായിട്ടുള്ള ഒരു നോളജ് എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുക ഐസക് ന്യൂട്ടന്റെ തിയറി. ഓക്കെ, അതായത് അങ്ങനെ ഒരു തിയറി ഇല്ലാതിരുന്ന സമയത്താണ് ഐസക് ന്യൂട്ടൺ അങ്ങനെ ഒരു പുതിയൊരു തിയറി ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റിംഗ് ന്യൂ നോളജ് അതും എന്ത് തന്നെയാണ്, റിസർച്ച് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് പ്രൂവിങ് എക്സിസ്റ്റിംഗ് നോളജ്. എക്സിസ്റ്റിംഗ് നോളജ് പ്രൂവ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, പ്രൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസ്പ്രൂവ് ചെയ്യുന്നതും നമുക്കതിനെ റിസർച്ച് എന്ന് വിളിക്കാം. അപ്പോൾ വീണ്ടും വീണ്ടും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റിസർച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവസാനിക്കുന്നില്ല, വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് കളക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഡാറ്റ. ഓക്കെ, റിസർച്ചിന്റെ മെയിൻ 3 കാര്യങ്ങളാണ്, ഘടകങ്ങളാണുള്ളത്. റിസർച്ചിന് വേണ്ടിയിട്ട് ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത്, ദെൻ അത് എന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദി സിസ്റ്റമാറ്റിക് അപ്രോച്ച് കൺസേണിങ് ജനറലൈസേഷൻ ആൻഡ് ഫോർമുലേഷൻ ഓഫ് തിയറീസ് ഓൾസോ റിസർച്ച്. ഓക്കെ, അത് ജനറലൈസ് ചെയ്യുന്നു, ഫോർമുലേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും, റിസർച്ച് എന്ന് വിളിക്കും. ദെൻ നെക്സ്റ്റ് സ്ലൈഡ് ഗോസ് ടു വാട്ട് ഈസ് റിസർച്ച്. എന്താണ് റിസർച്ച്? റിസർച്ച് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ ഓഫ് ഫൈൻഡിങ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ്. അതായത് ചോദ്യങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി. അത് മറുപടി എന്ന സാധാരണ രീതിയിലോ മറുപടിയല്ല, ആ മറുപടി നമുക്ക് കിട്ടേണ്ടത് ഓർഗനൈസ്ഡും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക, റിസർച്ച് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, റിസർച്ച് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ ഓഫ് ഫൈൻഡിങ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ്. അതായത് ക്വസ്റ്റ്യൻസിനോടുള്ള ആൻസർ നമ്മൾ കണ്ടെത്തലാണ്. എങ്ങനെ? ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ, ഒരു വ്യക്തമായിട്ടുള്ള ഒരു വേയിലൂടെ മാത്രമാണ് റിസർച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, എന്താണ് സിസ്റ്റമാറ്റിക് എന്നുള്ളത് നോക്കാം. ബിക്കോസ് ദർ ഈസ് എ ഡെഫിനിറ്റ് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആൻഡ് സ്റ്റെപ്സ് വിച്ച് യു വിൽ ഫോളോ. അതായത് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു വഴിയുണ്ട്, അതൊക്കെ ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒക്കെ ഒരു വഴിയുണ്ട്, നമ്മൾ കൃത്യമായിട്ടൊരു സ്റ്റെപ്സ് നമ്മൾ തീർച്ചയായിട്ടും റിസർച്ചിന് എന്ത് ചെയ്യേണ്ടി വരും, ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ദർ ആർ സർട്ടൻ തിങ്സ് ഇൻ റിസർച്ച് പ്രോസസ് വിച്ച് ആർ ഓൾവേസ് ഡൺ ഇൻ ഓർഡർ ടു ഗെറ്റ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട്. അതായത് കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ പോയാൽ മാത്രമാണ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വേ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, അതായത് നമുക്ക് ഇന്ത്യയുടെ, അപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന് ഇന്ത്യൻ സിറ്റിസൺസിന്റെ എക്കണോമിക് ഡീറ്റെയിൽസ് അറിയണം. അതായത് ഫിനാൻസ്, പോവർട്ടി, ഏജ്, ഫാമിലി മെമ്പേഴ്സ് എത്രയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. ഓക്കെ, അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരിപാടിയാണ്. 10 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും, സെൻസസ് എടുക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ള വേ എന്താണ്? അവിടെ 2 വേ ഉണ്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ. അതായത് ഫിനാൻഷ്യൽ ഡാറ്റ, പോവർട്ടി, ഏജ്, ഫാമിലി മെമ്പേഴ്സ്, ഇങ്ങനെയുള്ള എക്കണോമിക് ഡീറ്റെയിൽസ് എല്ലാം ഡാറ്റ എല്ലാവരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ സിറ്റിസൺസിന്റെ കയ്യിൽ നിന്നാണ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു വേ ഉണ്ട്. 2 വേ ആണുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ അവിടെ കുറച്ചുകൂടി ആപ്റ്റ്? ഇവിടെ കുറച്ചുകൂടി ആപ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റയും ക്വാളിറ്റേറ്റീവിനും മിക്സ് ചെയ്തതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മാത്രം, ഫിനാൻസ് മാത്രമാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും ആപ്റ്റ്. അപ്പൊ ഏതാണ് വഴി എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കാം. ഇനി സെക്കൻഡ് തിങ്, അത് പ്രൈമറി ഡാറ്റ വേണോ സെക്കൻഡറി ഡാറ്റ വേണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടിയും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്ന് പോയി ഡയറക്റ്റ് അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണ്, ദാരിദ്ര്യമാണോ, ഏജ് എന്താണ്, ഫാമിലി മെമ്പേഴ്സ് എത്ര പേരുണ്ട് എന്നുള്ളത് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നേരിട്ട് പോയി കളക്ട് ചെയ്യണം. സോ അവിടെ നമുക്ക് റിസർച്ച് 2 മെത്തേഡ് ഉണ്ട്, പ്രൈമറി മെത്തേഡ് ഉണ്ട്, സെക്കൻഡറി മെത്തേഡ് ഉണ്ട്. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് ഏതാണ്?
പ്രൈമറി മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മിക്സ് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മാത്രം സെലക്ട് ചെയ്യാം. ദെൻ അത് പ്രൈമറി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു മെത്തേഡ് സെലക്ട് ചെയ്യും. ഓക്കെ, ഈ മെത്തേഡും ആ വഴീനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിസർച്ച് എപ്പോഴും എന്തായിരിക്കണം? സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് സ്ലൈഡ്, ഓർഗനൈസ്ഡ്. ഓക്കെ, എന്താണ് ഓർഗനൈസ്ഡ്? ഓർഗനൈസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തു ക്വാണ്ടിറ്റേറ്റീവ് ആണ് വേണ്ടത്, പ്രൈമറി ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യണമെന്ന് നമ്മൾ ഒരു അങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാൻ വേണമല്ലോ, ഇത് എപ്പോൾ കളക്ട് ചെയ്യണം എന്നുള്ളത്. ഇൻ ദാറ്റ് ദർ ഈസ് എ സ്ട്രക്ചർ ഓർ മെത്തേഡ് ഇൻ ഗോയിങ് അബൌട്ട് ഡൂയിങ് റിസർച്ച്. അതിനൊരു സ്ട്രക്ചർ വേണം, ഒരു മെത്തേഡ് വേണം. ഓക്കെ, ഇറ്റ് ഈസ് എ പ്ലാൻഡ് പ്രൊസീജിയർ, നോട്ട് എ സ്പോണ്ടേനിയസ് വൺ. ഓക്കെ, അതായത് ഒരു പ്ലാൻഡ് സംഭവമാണ് ഇത് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ആൻഡ് ലിമിറ്റഡ് ടു സ്പെസിഫിക് സ്കോപ്പ്. ഒരു കൃത്യമായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. അതായത് ഇന്ത്യയിലുള്ള ഡാറ്റ, ഇന്ത്യയിലുള്ള ഓരോ വ്യക്തികളുടെയും എന്ത് കളക്ട് ചെയ്യണം? ഫിനാൻസ്, പോവർട്ടി, ഏജ്, ഫാമിലി മെമ്പേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യണം. അപ്പോൾ ഇന്ത്യയാണ് ആ സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലിമിറ്റഡ് ടു ദ സ്കോപ്പ്. ഓക്കെ, അതിൽ നിൽക്കുന്നു. അപ്പോൾ ഡാറ്റ സിസ്റ്റമാറ്റിക് ആയിട്ട് കളക്ട് ചെയ്യണം, ഒരു പ്രൊസീജിയർ വഴി വേണം. ആ വഴി നമ്മൾ തിരഞ്ഞെടുത്ത എന്താണ്? ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാനാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്, പ്രൈമറി ആയിരിക്കണം എന്നുള്ള പറഞ്ഞു. ഓക്കെ, ഇനി ഓർഗനൈസ്ഡ് ആയിരിക്കണം, അതിനൊരു സ്ട്രക്ചർ വേണം, ഒരു പ്ലാൻ വേണം. ഓക്കെ, ഇതിനെയാണ് പറയുന്നത് മെത്തഡോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡോളജി, ടെക്നിക്സ്. ഓക്കെ, അത് ടെക്നിക്സ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. നമുക്കിപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യണത് വേണമെങ്കിൽ ഈ പറഞ്ഞ ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ പ്രൈമറി ആയിട്ട് കളക്ട് ചെയ്യാം. ആ പ്രൈമറി ആയിട്ട് കളക്ട് ചെയ്യണം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കളക്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് സെറ്റപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് ഫോൺ വഴി വേണമെങ്കിൽ കളക്ട് ചെയ്യാം. പക്ഷെ ഫോൺ വഴി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിന്റെ ഓർഗനൈസേഷൻ, ആ പ്ലാനിങ് തെറ്റാണ്. അവിടെ കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള രീതി ഏതാണ്? സർവേ ആണ്. സർവേ എങ്ങനെ ചെയ്യണം? സെൻസസ് രീതിയിൽ ചെയ്യണം. അതായത് ഫുൾ നമ്മുടെ പോപ്പുലേഷനെ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് ഫുള്ള് ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്? മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് മെത്തേഡ്, എന്താണ് മെത്തഡോളജി എന്നുള്ളത് നോക്കാം. മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക്, അതിനെയാണ് എന്ത് പറയുന്നത്? മെത്തേഡ് ക്യാരിങ് ഔട്ട് എക്സ്പെരിമെന്റ്, ടെസ്റ്റ്, സർവേ ആൻഡ് സോ ഓൺ. ഓക്കെ, അതായത് എക്സ്പെരിമെന്റ് ചെയ്യുക, അതൊരു മെത്തേഡാണ്. ഒരു റിസർച്ച് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് എക്സ്പെരിമെന്റ്, ടെസ്റ്റ്, സർവേ പോലുള്ള കാര്യങ്ങൾ. ഓക്കെ, എന്താണ് മെത്തഡോളജി? മെത്തഡോളജി മീൻസ് മെത്തേഡ് പ്ലസ് ലോജിക്കൽ, മെത്തഡോളജിക്കൽ. ഓക്കെ, മെത്തേഡ് ലോജിക്കൽ, അതായത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റഡി ഡിഫറെന്റ് ടെക്നിക്സ് വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദ പെർഫോമൻസ് ഓഫ് എക്സ്പെരിമെന്റ്, ടെസ്റ്റ്, സർവേ. അതായത് ഇപ്പം ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡിയാണ്, പ്രൈമറി ഡാറ്റയാണ് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിനെയാണ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡോളജി ഏതാണ്? സ്റ്റഡി ഡിഫറെന്റ് ടെക്നിക്സ് വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ടു പെർഫോമൻസ്. അതായത് ഈ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ നമുക്ക് രണ്ട് വഴികളുണ്ട്. ഏതൊക്കെയാണ്? ക്വസ്റ്റ്യനെയർ, ഫോൺ വഴിയുണ്ട്. അതല്ലെങ്കിൽ സർവേ ഉണ്ട്. സർവേ തന്നെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് സർവേ നടത്താൻ നേരിട്ട് സെൻസസ് മെത്തേഡിൽ ചെയ്യാം. ഇതിനെയാണ് എന്ത് പറയുന്നത്? മെത്തഡോളജിക്കൽ. അതായത് അവിടെ ലോജിക്കാണ് യൂസ് ചെയ്യുന്നത്. ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം? എന്ത് മെത്തഡോളജി ആയിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത്? സെൻസസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഏത്? ഈ പറയുന്ന ഈ ഇന്ത്യൻ സിറ്റിസന്റെ എക്കണോമിക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിരിക്കണം, ഓർഗനൈസ്ഡ് ആയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നു ഫൈൻഡിങ് ആൻസേഴ്സ്. നമുക്ക് തീർച്ചയായിട്ടും ഒരു ഉത്തരം കിട്ടണം. ഓക്കെ, അപ്പോൾ ഉത്തരമില്ലാത്ത ഒരു പേപ്പർ വർക്കിനെ നമുക്ക് പറയാൻ പറ്റില്ല, റിസർച്ച് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് ഓൾ റിസർച്ച്. എല്ലാ റിസർച്ചിന്റെയും അവസാനത്തിലും എന്തുണ്ടാവും? ഒരു ആൻസർ ഉണ്ടാവും. whether it is the answer to a hypothesis or even a simple question, research is successful when we find answers. റിസർച്ച് സക്സസ്ഫുൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു ആൻസർ കിട്ടിയിരിക്കാം. സംടൈംസ് ദ ആൻസർ ഇസ് നോ. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കാം? നോ ആയിരിക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റും കസ്റ്റമർ ലോയാലിറ്റിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ. അവിടെ ആൻസർ കിട്ടിയത് റിലേഷൻഷിപ്പ് ഇല്ലാന്നായിരിക്കും. നമ്മൾ ഹൈപ്പോത്തിസിസ്, നമ്മുടെ അസംഷൻ റിലേഷൻഷിപ്പ് ഉണ്ടെന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അസംഷൻ തന്നെ ശരിയാവണം എന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നോ എന്നായിരിക്കും. സോ അവിടെ നോ എന്നാണെങ്കിലും അതെന്ത് തന്നെയാണ്? ആൻസർ ആണ്. സംടൈംസ് ദ ആൻസർ ഈസ് നോ, ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ ആൻ ആൻസർ. അതെന്തായിരിക്കും? ആൻസർ തന്നെയായിരിക്കും. ദെൻ Questions are central to research. If there is no question, then answer is of no use. ഓക്കെ, അവിടെ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ആൻസറിന് എന്തില്ല? പ്രസക്തി ഇല്ല. ഓക്കെ, ചോദ്യം നമുക്ക് തീർച്ചയായിട്ടും നിർബന്ധമാണ്.
അതായത് ചോദ്യം എന്താണെന്ന് വെച്ചാൽ റിസർച്ച് പ്രോബ്ലം. ഓക്കെ, അവിടെ റിസർച്ച് പ്രോബ്ലം റെലവൻ്റ് ആണ്. ഓക്കെ, റിസർച്ച് ഈസ് ഫോക്കസ്ഡ് ഓൺ റെലവൻറ്റ്, യൂസ്ഫുൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. വിത്തൗട്ട് എ ക്വസ്റ്റ്യൻ റിസർച്ച് ഹാസ് നോ ഫോക്കസ്, ഡ്രൈവ് ഓർ പേർപ്പസ്. ഓക്കെ, അപ്പോൾ റിസർച്ചിന് ക്വസ്റ്റ്യൻ ഇല്ലാതെ നമുക്ക് റിസർച്ചിന് എന്തുണ്ടാവില്ല, ഒരു ഫോക്കസ് ഉണ്ടാവില്ല, ഒരു ഡ്രൈവ് ഉണ്ടാവില്ല, ഒരു പർപ്പസ് ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് റിസർച്ച്, ദാറ്റ് ഈസ് റിസർച്ച് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ ഓഫ് ഫൈൻഡിങ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിസർച്ച് എന്ന് വിളിക്കുക. നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് ആണ്. ഫസ്റ്റ് വൺ, എംപിരിക്കൽ. റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഓർ ഒബ്സർവേഷൻ ബൈ ദ റിസർച്ചർ. അതായത് ഒരു റിസർച്ചർ അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും ഒബ്സർവേഷനിൽ നിന്നും കിട്ടുന്ന കാര്യമായിരിക്കും മിക്കവാറും ഒരു റിസർച്ചിൽ ഉണ്ടാവുക. അതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു നേച്ചർ. എല്ലായ്പ്പോഴും ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒബ്സർവേഷനോ ആണെന്നില്ല. സെക്കൻഡറി ഡാറ്റയൊക്കെ ആണെങ്കിൽ ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആവണമെന്നില്ല. എന്നാലും ഇതൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സെക്കൻഡ് വൺ ആണ് ലോജിക്കൽ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഒരു ലോജിക്ക് വേണം അതിന്. റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ വാലിഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രിൻസിപ്പിൾ. ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെയും പ്രിൻസിപ്പിളും അനുസരിച്ചായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു റിസർച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് റിസർച്ചറിന് ഇഷ്ടപ്പെട്ട സ്വന്തം തന്നിഷ്ടപ്രകാരം ഒരു റിസർച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഒരു 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 ലോജിക്കും ഇല്ലാതെ അവർക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, റിസർച്ചിൻ്റെ വഴി തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഹാവ് സം മെത്തഡോളജിക്കൽ പ്രീസെറ്റ്സ്. അവിടെ കുറേ പ്രീസെറ്റ്സ് ഉണ്ട്. ഓക്കെ, ഡെവലപ്ഡ് ബൈ വേരിയസ് റിസർച്ചേഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരുപാട് പ്രീസെറ്റുകളുണ്ട്. ഓക്കെ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, അങ്ങനെ പല ടൈപ്പ് റിസർച്ചുകളുണ്ട്, പല മെത്തേഡ്സ് ഉണ്ട്. ചില റിസർച്ചുകൾ സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവ് ചെയ്യണം, പിന്നെ ചില റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവ് ചെയ്യേണ്ടാത്തതുണ്ട്. അത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്കലി അല്ല പ്രൂവ് ചെയ്യേണ്ടത്, അത് ലിറ്ററലി ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പല പ്രിൻസിപ്പിൾസും പ്രൊസീജിയേഴ്സും ഉണ്ട്. അപ്പോൾ ഒരു ലോജിക്ക് തീർച്ചയായിട്ടും എന്തിനുണ്ടാവും, റിസർച്ചിനുണ്ടാവും. ഓക്കെ, ദെൻ തേർഡ് വൺ, സൈക്ലിക്കൽ. റിസർച്ച് സ്റ്റാർട്ട് വിത്ത് എ പ്രോബ്ലം ആൻഡ് എൻഡ് വിത്ത് എ പ്രോബ്ലം. ഓക്കെ, അതായത് ഇതൊരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. അതിനെന്തില്ല, ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. അതായത് ഒരു റിസർച്ച് വർക്ക് ഒരു സ്ഥലത്ത് ഒരു ക്വസ്റ്റ്യനിൽ റിസർച്ച് തുടങ്ങി, റിസർച്ച് പ്രോബ്ലത്തിൽ നിന്നും തുടങ്ങി റിസർച്ച് തുടങ്ങി, അവസാനം അതിനൊരു റിസൾട്ട് കിട്ടി, ഒരു ആൻസർ കിട്ടി. എന്നാൽ അത് അവിടെ അവസാനിക്കുന്നില്ല, അവിടെ പുതിയൊരു പ്രോബ്ലം ജനറേറ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇപ്പോഴത്തെ നിലവിലൊരു കറൻറ്റ് സിനാറിയുടെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാണ്, ഇമ്പാക്റ്റ് ഓൺ റീറ്റെയിൽ ഇൻഡസ്ട്രീസ് ആഫ്റ്റർ COVID-19. അതായത് കോവിഡ്-19 വന്നതിന് ശേഷം നമ്മുടെ റീറ്റെയിൽ ഇൻഡസ്ട്രീസിന് ഉണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റ് എന്നുള്ളൊരു ടോപ്പിക് എടുത്തിട്ട് റിസർച്ച് നടത്തി. നമ്മുടെ റിസർച്ച് പ്രോബ്ലം അത് തന്നെയാണ്, എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായോ എന്നുള്ളതാണ് നമുക്ക് റിസർച്ച്. നമുക്ക് കിട്ടിയ ആൻസർ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് കിട്ടി, ആൻസർ കിട്ടി, നമ്മൾ കണ്ടെത്താൻ ഉദ്ദേശിച്ചത് എന്തോ അതവിടെ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, പക്ഷെ അവിടെ റിസർച്ച് അവിടെ എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. ഓക്കെ, നെഗറ്റീവ് ഉണ്ടായി. ഓക്കെ, ഏത് മേഖലയിലൊക്കെയാണ് നെഗറ്റീവ് ഉണ്ടായത്? അവിടെ ലാർജ് സ്കെയിൽ ഉണ്ട്, സ്മോൾ സ്കെയിൽ ഉണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ COVID-19 ബാധിച്ചിരിക്കുന്നത് നമുക്ക് പ്രത്യക്ഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീനെയാണ് കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത്. ഓക്കെ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീനെ നമുക്ക് അത്രത്തോളം ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നത്, ബാധിച്ചിട്ടില്ല എന്നല്ല. അപ്പം നമുക്കൊരു കമ്പാരിസൺ നടത്താം, ലാർജ് സ്കെയിലാണോ സ്മോൾ സ്കെയിലാണോ. അപ്പം നമ്മളുടെ ആദ്യം പറഞ്ഞ ടൈറ്റിലിൽ ലാർജ് സ്കെയിലിനാണോ സ്മോൾ സ്കെയിലിനാണോ എന്നുള്ള കമ്പാരിസൺ സ്റ്റഡി അവിടെ നടത്തിയിട്ടില്ല. ഓക്കെ, എന്നാൽ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് വരാണ്. ഓക്കെ, റിസർച്ച് ഗ്യാപ്പ് ഉണ്ടാണ്. ഫസ്റ്റ് റിസർച്ചിൽ ടൈറ്റിൽ ഇതാണ്, ഇമ്പാക്ട് ഓൺ റീറ്റെയിൽ ഇൻഡസ്ട്രീസ് ആഫ്റ്റർ COVID-19. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അവിടെ അതിന്റെ റിസൾട്ട് കിട്ടി, നെഗറ്റീവ് ആണെന്നുള്ളത്. ഇനി നമുക്ക് പുതിയ റിസർച്ച് അവിടെ തുടങ്ങാം. എന്താണ്, ഇമ്പാക്ട് ഓൺ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആഫ്റ്റർ COVID-19 എന്നൊരു ടോപ്പിക്കിൽ അവിടെ റിസർച്ച് തുടങ്ങാം. സോ ഇറ്റ് ഇസ് എ സൈക്ലിക്കൽ പ്രോസസ്. റിസർച്ച് സ്റ്റാർട്ട്സ് വിത്ത് എ പ്രോബ്ലം ആൻഡ് എൻഡ്സ് വിത്ത് എ പ്രോബ്ലം. ഓക്കെ, ദെൻ അനലിറ്റിക്കൽ. ഓക്കെ, അതായത് ഒരു പ്രൂവൺ ആണ്. ഓക്കെ, റിസർച്ച് utilizes proven analytical procedures in gathering data, whether historical, descriptive, experimental and case study. ഓക്കെ, അതായത് തീർച്ചയായിട്ടും റിസർച്ച് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മളത് പ്രൂവ് ചെയ്യും. നമ്മളത് അനലിറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്ത് കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് പ്രൂവ് ചെയ്യും. ഓക്കെ, അത് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ അത് ഏത് തരത്തിലുള്ള ഡാറ്റാസ് ആയിക്കോട്ടെ, ഹിസ്റ്റോറിക്കൽ ആയിക്കോട്ടെ, ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് ആയിക്കോട്ടെ, എക്സ്പെരിമെന്റൽ ആയിക്കോട്ടെ, കേസ് സ്റ്റഡി ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മളത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, പ്രൂവ് ചെയ്യും. അത് അനലിറ്റിക്കലാണ്, അനലൈസിസിന് വിധേയമാക്കും. ഓക്കെ, ഫിഫ്ത്ത് വൺ, ക്രിറ്റിക്കൽ.
റിസർച്ച് എക്സിബിറ്റ്സ് കെയർഫുൾ ആൻഡ് പ്രിസൈസ് ജഡ്ജ്മെന്റ്. ഓക്കെ, അത് ക്രിറ്റിക്കലാണ്. അതായത് വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിന്റെ നിഗമനം നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു കെയർഫുൾ ആയിട്ട് വളരെ ശ്രദ്ധയോടെ തന്നെ എന്ത് ചെയ്യണം, ഇതിന്റെ ഒരു ജഡ്ജ്മെന്റ് നടത്തണം, അതിനൊരു നിഗമനം നടത്തേണ്ടതായിട്ടുണ്ട്. അത് റിസർച്ചിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്. ദെൻ 6th one, മെത്തോഡിക്കൽ. ഓക്കെ, റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് ഇൻ എ മെത്തോഡിക്കൽ മാനർ വിത്തൗട്ട് ബയാസ് യൂസിങ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ആൻഡ് പ്രൊസീജിയർ. ഓക്കെ, അവിടെ ബയാസ് ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ബയാസ്? അതായത് റിസർച്ച് ചെയ്യുന്ന വ്യക്തിക്ക് ഇന്ന ആൻസർ കിട്ടണം എന്നുള്ള ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ബയാസ് നേച്ചർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ബയാസ് നേച്ചർ ഇല്ലാത്ത തരത്തിലുള്ള ഒരു മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കോമൺലി റിസർച്ചുകൾ ചെയ്യുന്നത്. ഓക്കെ, റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് ഇൻ എ മെത്തോഡിക്കൽ മാനർ വിത്തൗട്ട് ബയാസ് യൂസിങ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, റെപ്ലിക്കബിലിറ്റി. ഓക്കെ, അതായത് റിസർച്ച് എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. റിസർച്ച് ഡിസൈൻ ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ റിപ്പീറ്റഡ് ടു എനേബിൾ ദ റിസർച്ച് ടു അറൈവ് അറ്റ് വാലിഡ് ആൻഡ് കൺക്ലൂസീവ് റിസൾട്ട്. കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് റിസർച്ചർ എന്ത് ചെയ്യും, വീണ്ടും ചെയ്ത കാര്യം തന്നെ വീണ്ടും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത്, റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്. നമുക്ക് നോക്കാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റിസർച്ചർ. ഒരു റിസർച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി. ഓക്കെ, അതായത് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സംഭവം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ വരെ അദ്ദേഹം കണ്ടുപിടിച്ച അദ്ദേഹത്തിന്റെ ക്യൂരിയോസിറ്റി കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അദ്ദേഹത്തിന്റെ ആ തിയറി കണ്ടുപിടിച്ചത്. ഓക്കെ, റിസർച്ചർ അണ്ടർടേക്സ് ഡീപ് തിങ്കിങ് ആൻഡ് ഇൻക്വയറി ഓഫ് ദ തിങ്സ്, പ്രോബ്ലംസ് ആൻഡ് സിറ്റുവേഷൻസ് അറൌണ്ട് ഹിം. ഓക്കെ, ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് അതാണ് ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി. സെക്കൻഡ് വൺ ആണ് പ്രൂഡൻസ്. ഓക്കെ, എന്താണ് പ്രൂഡൻസ്? അതായത് വിവേകപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അതൊരു റിസർച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. റിസർച്ചർ ഈസ് കെയർഫുൾ ടു കണ്ടക്ട് ദി സ്റ്റഡി അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് വൈസ്ലി എഫിഷ്യൻ്റ്ലി ആൻഡ് എക്കണോമിക്കലി. ഓക്കെ, കൃത്യമായിട്ട് വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരാളാണ് ഒരു റിസർച്ചർ. ദെൻ തേർഡ് വൺ, ഹെൽത്തി ക്രിറ്റിസിസം. ദ റിസർച്ച് ഈസ് ഓൾവേസ് ഡൗട്ട്ഫുൾ ആസ് ടു ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദ റിസൾട്ട്. ഓക്കെ, കൃത്യമായിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആയിരിക്കണം അദ്ദേഹം ചെയ്യേണ്ടത്. അതായത് ഒരു സംശയത്തോട് കൂടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ഇന്റലക്ച്വൽ ഹോണസ്റ്റി. സത്യസന്ധനായിരിക്കണം. നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ഇന്റലക്ച്വൽ ഹോണസ്റ്റി. ഇന്റലക്ച്വൽ ക്രിയേറ്റിവിറ്റി, സ്വന്തമായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി അദ്ദേഹത്തിന്റെ വഴികളിൽ വേണം. ദെൻ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ചർ. ഒരു റിസർച്ചറിന് വേണ്ട ക്വാളിറ്റീസ് ആണ് പറയുന്നത്. റിസർച്ച് ഓറിയന്റഡ്. ഓക്കെ, അദ്ദേഹം റിസർച്ച് ഓറിയന്റഡ് ആയിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം, സയന്റിഫിക് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം, റിസോഴ്സ്ഫുൾ ആയിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം, ഹോണസ്റ്റ്. ഓക്കെ, അത് നിർബന്ധമാണ്. അൺഎത്തിക്കലായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല. എക്കണോമിക്കലായിരിക്കണം, ഒരു ബജറ്റിൽ നിന്നുകൊണ്ടുള്ള കാര്യമായിരിക്കണം അദ്ദേഹം ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് റിലീജിയസ്. ഓക്കെ, ഇതൊക്കെയാണ് ക്വാളിറ്റീസിൽ പറയുന്നത്. നമുക്ക് നോക്കാം നെക്സ്റ്റ് ടോപ്പിക്ക്, ടൈപ്സ് ഓഫ് റിസർച്ച്. ഓക്കെ, ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് റിസർച്ചുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച്, എക്സ്പെരിമെൻ്റൽ റിസർച്ച്, അനലിറ്റിക്കൽ റിസർച്ച്, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, അങ്ങനെ പല ടൈപ്സ് റിസർച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പം ഇതിനെ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, നമുക്ക് അതിനെ പർപ്പസ്, പ്രോസസ്, ഔട്ട്കം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അതായത് ഫസ്റ്റ് വൺ നോക്കാം, പർപ്പസ്. അതായത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പർപ്പസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുക നാലെണ്ണമാണ്. ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച്, അനലിറ്റിക്കൽ റിസർച്ച്, എക്സ്പ്ലോറേറ്ററി റിസർച്ച്, പ്രെഡിക്റ്റീവ് റിസർച്ച്. ഓക്കെ, എന്താണ് ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് സച്ച് ആസ് വാട്ട്, വൈ, വെൻ, ഹൂ, ഹൗ ആൻഡ് ഓൾ. ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്തുന്നതിനെയാണ് അത് വിളിക്കുന്നത് ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു സംഭവം കണ്ടെത്തുക, അതിനൊരു ഡെസ്ക്രിപ്ഷൻ നമ്മളായിട്ട് നൽകുക, ഇതിനെയാണ് എന്ത് വിളിക്കുക, ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് വിളിക്കുക. ഒരു കാര്യം സംഭവിക്കുമ്പോഴും അതിനുശേഷം എങ്ങനെ സംഭവിക്കുന്നു. ഓക്കെ, അതായത് ഒരു ഗവൺമെന്റ് പോളിസി നടത്താണ്, ഗവൺമെന്റ് ഒരു പോളിസി, ഇപ്പോൾ GST ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ GST ഇംപ്ലിമെന്റ് ചെയ്ത് എഫക്റ്റീവ് ആണോ അല്ലയോ, എഫക്റ്റീവ് ഓർ നോട്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് വിളിക്കുക. ഓക്കെ, ദർ ഇസ് നോ കൺട്രോൾ ഓവർ വേരിയബിൾ. ഓക്കെ, അതിൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളോ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഇപ്പോൾ GSTയുടെ ഇമ്പാക്റ്റിനെ പറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ, എഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണ്, എഫക്റ്റീവ് ആണോ അല്ലയോ, എഫക്റ്റീവ്നെസ് ആണ് അതിൻ്റെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. എഫക്റ്റീവ് ആണുള്ള കാരണം എന്താണ്, അതിൻ്റെ പോളിസീസിലുള്ള
കുറച്ച് കാര്യങ്ങൾ, അതാണ് അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അതിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏത് റിസർച്ചിൽ? ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദ മെയിൻ എയിം ഓഫ് ദ റിസർച്ച് ഈസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫിനോമിന അറ്റ് പ്രസന്റ്. നമ്മളവിടെ ഡിസ്ക്രൈബ് ചെയ്യാണ്, എന്താണ് GST വന്നതുകൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടായില്ല എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ നൽകുന്നു. ഇതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാനായിട്ട് സാധിക്കുക? ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, this research has no control over variable, only have to report what it happened or what was happened. നമുക്കൊരു കൺട്രോൾ ഇല്ല, ഈ പറഞ്ഞ അതിൽ വേരിയബിൾസിലെ കൺട്രോൾ ഇല്ല. For description researchers use frequencies, averages and other statistical calculation. ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ആണ് അനലിറ്റിക്കൽ റിസർച്ച്. അനലിറ്റിക്കൽ റിസർച്ച് ആണ് നെക്സ്റ്റ് റിസർച്ച്. This research mainly carrying out analysis on a phenomena and which involves secondary data. Secondary data ഉപയോഗിച്ച് കൂടുതലായിട്ട് ചെയ്യുന്ന റിസർച്ച് ആണ് അനലിറ്റിക്കൽ റിസർച്ച്. The aim of the research is to understand phenomena by discovering and measuring causal relation among them. അതായത് കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിസർച്ച് ആണ് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സംഭവം നടന്നു, അതിന്റെ കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു റിസർച്ച് ആണ് എന്ത്? അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഹിയർ ദ റിസർച്ചർ യൂസ് ഫാക്ട് ഓർ ഇൻഫോർമേഷൻ റെഡിലി അവൈലബിൾ ടു ദം ഇൻ ഓർഡർ ടു അനലൈസ് ടു മേക്ക് എ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ദ കോണ്ടെക്സ്റ്റ്. അതായത് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡറി ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് കൂടുതലായിട്ട് അനലിറ്റിക്കൽ റിസർച്ച് ചെയ്യാറ്. ഓക്കെ, നെക്സ്റ്റ് റിസർച്ച് ആണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഓക്കെ, അതായത് പുതിയ ഒരു റിസർച്ച് ആണ് നമുക്കെന്ന് വിളിക്കാം എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് വിളിക്കാം. ആൻഡ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ ഈസ് കണ്ടക്റ്റഡ് അബൌട്ട് എ റിസർച്ച് പ്രോബ്ലം വെൻ ദർ ആർ ഫ്യൂ ഓർ നോ ഏർലിയർ സ്റ്റഡീസ് ടു റെഫർ ടു. അതായത് നിലവിൽ ഒരു തരത്തിലുള്ള റിസർച്ചും അതുപോലുള്ള റിസർച്ച് നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന റിസർച്ച് ടോപ്പിക്കിൽ ഇവിടെ എന്താണ് അതിനെ പറ്റിയുള്ള റിസർച്ച് പരിമിതമായിട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ചെയ്യുന്ന റിസർച്ച് ആണെന്ത്? എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അതായത് നമ്മൾ പുതിയ ഒരു തിയറി കണ്ടെത്തുന്നു. ഓക്കെ, ആ തിയറി കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് പുതിയ ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻസിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നു, റിലയബിലിറ്റി ചെക്ക് ചെയ്യുന്നു. അങ്ങനെ റിലയബിലിറ്റി എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ റിസൾട്ട് കിട്ടിയ അത് ഇപ്പോൾ ഈ വാലിഡിറ്റി റിലയബിലിറ്റി എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമ്മളൊരു പൈലറ്റ് സ്റ്റഡി നടത്തിയതിനു ശേഷമാണ്. ഈ പൈലറ്റ് സ്റ്റഡിയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് വാലിഡും റിലയബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉപയോഗിച്ചിട്ട്, അതായത് അത്തരത്തിലുള്ള സ്കെയിലുകൾ, മെഷർമെന്റ് സ്കെയിലുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സാക്ട് പ്രൊജക്റ്റ് അല്ലെങ്കിൽ എക്സാക്ട് റിസർച്ച് വർക്ക് തുടങ്ങും. അങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്ത് കിട്ടും. അവിടെ വെച്ച് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം നമ്മൾ ഫാക്ടർ അനാലിസിസ് നടത്തും. അതായത് അവിടെ വാലിഡിറ്റി, റിലയബിലിറ്റി, അതേപോലെ തന്നെ റിഗ്രഷൻ ഇങ്ങനെയുള്ള ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് റിഗ്രഷൻ അങ്ങനെ വലിയ വലിയ ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട്, അതേപോലെ തന്നെ എന്താണ് സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡലിംഗ്, ഫാക്ടർ അനാലിസിസ് പോലുള്ള റിസർച്ചുകളൊക്കെ ടൂൾസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെത്തിയ കാര്യം ശരിയാണോ എന്നുള്ളത് കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു റിസർച്ച് ആണെന്ത്? എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അതായത് പുതിയതായിട്ടൊരു തിയറി ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ പർപ്പസിനാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ് യൂസ് ചെയ്യേണ്ടത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ വീണ്ടും പ്രൂവ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഓക്കെ, ഒരു കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതായത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കഴിഞ്ഞ കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് സെക്കൻഡറി ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ ചെയ്യുന്നതെങ്കിൽ എന്ത് റിസർച്ച് ഉപയോഗിക്കും? അനലിറ്റിക്കൽ റിസർച്ച് ഉപയോഗിക്കും. അപ്പോൾ ഓരോ പർപ്പസ് അനുസരിച്ചാണ് നമ്മൾ ഓരോ റിസർച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് പ്രഡിക്റ്റീവ് റിസർച്ച്. അതായത് അതിനെ നമുക്ക് വിളിക്കാം, മറ്റൊരു പേരാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. അതായത് ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ വേണം. അങ്ങനെ അത്തരത്തിലുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള റിസർച്ച് ആണെന്ത്? പ്രഡിക്റ്റീവ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് ബിസിനസ്സും ഗവൺമെന്റ് ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഈ റിസർച്ച് ഡയഗ്നോസ്റ്റിക് റിസർച്ച് അല്ലെങ്കിൽ പ്രഡിക്റ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റഡീസ് ഡിറ്റർമിൻ ദ ഫ്രീക്വൻസി വിത്ത് വിച്ച് സംതിങ് ഒക്കേഴ്സ് ഓർ ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് സംതിങ് എൽസ്. ഓക്കെ, അസോസിയേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യാറ്. ഓക്കെ, അവിടെ ലാസ്റ്റ് പറയുന്നുണ്ട് ദ മേജർ ഏരിയാസ് ഇൻ വിച്ച് പ്രഡിക്റ്റീവ് ഓർ ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈൻ യൂസ്ഡ് ഇൻക്ലൂഡ് ബിസിനസ്, മാർക്കറ്റിംഗ്, ക്ലിനിക്കൽ സെറ്റിംഗ്, ഗവൺമെന്റ് ഏജൻസി, ഇവരൊക്കെയാണ് അത് ചെയ്യുന്നത് പ്രഡിക്റ്റീവ് റിസർച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് പ്രോസസ്സിന്റെ അടിസ്ഥാനം നമ്മൾ ചെയ്യുന്ന രീതിക്ക് അടിസ്ഥാനത്തിൽ. ഓക്കെ, പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്,
ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്. ഫസ്റ്റ് വൺ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ നോമിനൽ ഡാറ്റ ആണെങ്കിൽ ഓക്കെ, അവിടെ നമുക്ക് ഒരു തരത്തിലും ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അത്തരത്തിലുള്ള ഡാറ്റ റിസർച്ചിനെയാണ് നമ്മൾ വിളിക്കുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഇറ്റ് ഈസ് ഹാൻഡിൽഡ് വിത്ത് ക്വാളിറ്റേറ്റീവ് ഫിനോമിന ദാറ്റ് ഇൻവോൾവ്സ് ക്വാളിറ്റി ഓർ കൈൻഡ്. ഓക്കെ, അവിടെ ക്വാളിറ്റി ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് ക്വാണ്ടിഫൈ ചെയ്ത ഒരു ഡാറ്റ, ഒരു ന്യൂമറിക്കൽ ഡാറ്റ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, ദ റിസർച്ച് ഡിസൈൻ ടു ഫൈൻഡ് ഔട്ട് ഹൗ പീപ്പിൾ ഫീൽ ഓർ വാട്ട് പീപ്പിൾ ഓഫ്റ്റൻ തിങ്ക് ആർ കമ്മിങ് അണ്ടർ ദിസ് റിസർച്ച്. ആളുകളുടെ ഫീലിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന റിസർച്ചാണ് എന്ത്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഇത് കൂടുതലായിട്ട് ബിഹേവിയറൽ സയൻസ്, അതായത് സൈക്കോളജിയിലൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ ആണ് അതിന്റെ മെത്തേഡ്. അതായത് റീസണിങ് എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇവിടെ പറയുന്ന അനുസരിച്ച് ആളുകളുടെ ഒരു ബിഹേവിയർ കാണാം, ആളുകളുടെ ഫീലിങ്സ് എന്താണെന്ന് അറിയുക എന്നുള്ളതാണ്. ഇപ്പോൾ ആദിവാസികളായിട്ടുള്ള ആളുകളുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് അറിയാം. ഓക്കെ, അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. അവർക്ക് ഇപ്പോൾ ഫീലിങ്സ്, അതായത് അവർ തൊഴിൽ രഹിതരാണോ, തൊഴിലിനെ പറ്റി അവരുടെ ഫീലിങ്സ് എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾക്കറിയണം. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആദിവാസികളുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. അവിടെ ചെന്നിട്ട് നമ്മൾ സാധാരണ ക്വസ്റ്റ്യർ മെത്തേഡ് പോലെ എഗ്രി ഡിസഗ്രി പോലുള്ള 5 പോയിന്റ് സ്കെയിൽ, ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പിലുള്ള സ്കെയിലിംഗ് മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല. അവരുടെ അടുത്ത് നിന്ന് തീർച്ചയായിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുന്നത്. അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണോ ആ ഒബ്ജക്റ്റീവിനേക്കാൾ അപ്പുറത്തായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ പ്രത്യേകത. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രീസെറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമല്ലാതെ വേറെ കുറെ ചോദ്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സിറ്റുവേഷൻ അനുസരിച്ച് ചോദിക്കേണ്ടി വരും. ഇത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ അങ്ങനെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ ചെയ്തു വരിക്കുന്ന പ്രീസെറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവരോട് ചോദിക്കുന്നത്. ഓക്കെ, ഇനി അതിൽ വരുന്ന ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്ന മറ്റൊരു പ്രത്യേകത ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ ആണ്. നമ്മൾക്ക് കിട്ടിയ ഡാറ്റ നമ്മളുടെ ഒബ്ജക്റ്റീവുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഡിഡക്ട് ചെയ്ത് ആവശ്യമില്ലാതെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ആവശ്യമല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് എടുത്ത് മാറ്റും. നെക്സ്റ്റ് വൺ ആണ് ഇൻഡക്ഷൻ. കിട്ടിയ ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സംഗ്രഹിച്ച് ചെറുതാക്കി കൊണ്ടുവന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളായിട്ട് എന്ത് ചെയ്യും, ഇൻഡക്ട് ചെയ്ത്, അതായത് കുറച്ചും കൂടി വലുതാക്കി പെരുപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയും. ഓക്കെ, ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്ന ഡിഡക്ഷൻ ഇൻഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഇതിലാണ്, ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അവിടെ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്തായിരിക്കും, ന്യൂമറിക്കൽ ഡാറ്റ ആയിരിക്കും അവിടെ കളക്ട് ചെയ്തത്. ദിസ് റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ മെഷർമെന്റ് ഓഫ് ക്വാണ്ടിറ്റി ഓർ എമൗണ്ട്. ഇറ്റ് ക്യാൻ ഓൺലി ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ടേം ഓഫ് ക്വാണ്ടിറ്റി. അത് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ലിക്വിഡ് സ്കെയിലൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന 5 പോയിന്റ് സ്കെയില്, അതിനൊക്കെ അല്ലെങ്കിൽ റേഷ്യോ സ്കെയില്, ഇതിനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, ഇങ്ങനെയുള്ള ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ബാങ്കിന്റെ ഡീറ്റെയിൽസ്, സെക്കൻഡറി ഡാറ്റ നമ്മൾ ഉപയോഗിച്ചിട്ട് ബാങ്കിന്റെ ഡീറ്റെയിൽസ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് അനാലിസിസ് ഒക്കെ ഉണ്ട്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, അങ്ങനെയുള്ള പല റേഷ്യോസ് ഉപയോഗിച്ചിട്ട് ക്യാമൽ അനാലിസിസ്, ഇങ്ങനെയുള്ള റിസർച്ചുകളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്ത് റിസർച്ച് ആയിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആയിരിക്കും. അവിടെ നമുക്ക് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് കംപ്ലീറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും. ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മൾ കൊടുക്കുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഔട്ട്കം, നമുക്ക് കിട്ടുന്ന ഔട്ട്കമ്മിന് അനുസരിച്ച് നമുക്ക് പറയാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് അപ്ലൈഡ് ഓർ ആക്ഷൻ റിസർച്ച് ഉണ്ട്. സെക്കൻഡ് വൺ ആണ് ഫണ്ടമെന്റൽ ഓർ ബേസിക് ഓർ പ്യുവർ റിസർച്ച് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് അപ്ലൈഡ് റിസർച്ച്. ഓക്കെ, എന്താണ് അപ്ലൈഡ് റിസർച്ച്? ഫൈൻഡിങ് സൊല്യൂഷൻ ഫോർ ഇമ്മീഡിയറ്റ് പ്രോബ്ലം. ഓക്കെ, അതായത് ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റിസർച്ച് which is used to answer a specific question, solve a specific problem or to gain better understanding. But no, it is also known as action research. ആക്ഷൻ റിസർച്ച് കൂടെ എന്ന് പറയുന്നത്, അതായത് പെട്ടെന്ന് എന്തെങ്കിലും സൊസൈറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുന്ന ഒരു റിസർച്ചിന് നമുക്ക് എന്ത് വിളിക്കാം, അപ്ലൈഡ് റിസർച്ച് എന്ന് വിളിക്കാം. അതായത് COVID-19 ഒരു റിസർച്ച്, COVID-19 വന്നു, അപ്പൊ നമുക്ക് അതിന്റെ എന്ത് കണ്ടെത്തണം, അതിന്റെ കാരണം കണ്ടെത്തണം, അതിനുവേണ്ട വാക്സിൻസ് കണ്ടെത്തണം. ഇത്തരത്തിലുള്ള റിസർച്ചിനെ നമുക്ക് എന്ത് വിളിക്കാനായിട്ട് സാധിക്കും, അപ്ലൈഡ് റിസർച്ച് അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് ഫണ്ടമെന്റൽ ഓർ ബേസിക് ഓർ പ്യുവർ റിസർച്ച്. ഓക്കെ, ദിസ് റിസർച്ച് ഈസ് കൺസേൺഡ് വിത്ത് ജനറലൈസേഷൻ ആൻഡ് ഫോർമുലേഷൻ ഓഫ് തിയറി. ഒരു തിയറി ഫോർമുലേഷൻ ചെയ്യാനും ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിസർച്ചാണ് ഏത്, ഫണ്ടമെന്റൽ ഓർ ബേസിക് ഓർ പ്യുവർ റിസർച്ച്. അതായത് നമ്മളുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടെത്തിയ റിസർച്ച് എന്താണ്, ഫണ്ടമെന്റൽ റിസർച്ച് ആണ്, ബേസിക് റിസർച്ച് ആണ്. ഓക്കെ, അതുപോലെ തന്നെ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി,
അതെന്താണ് ബേസിക് റിസർച്ച് അല്ലെങ്കിൽ പ്യൂർ റിസർച്ച് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ഡൺ ഫോർ ദ ഇന്റലക്ച്വൽ പ്രഷർ ഓർ ഓൺ ലേണിംഗ് ആൻഡ് ഇറ്റ് ഹാസ് നോ കൊമേഴ്ഷ്യൽ വാല്യൂ അറ്റാച്ച്ഡ് ടു ദ ഡിസ്കവറീസ് ദാറ്റ് റിസൾട്ട് ഫ്രം ബേസിക് റിസർച്ച്. അതിന് ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടാവണം എന്നുള്ളതില്ല. ഒരു തിയറി എന്ത് ചെയ്യുന്നു, ഒരാൾ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഇഷ്ടംപോലെ തിയറീസ് നമ്മൾ പണ്ടുപോലെ പഠിച്ചിട്ടുണ്ട്. മാത്സിന്റെ, ബിസിനസിന്റെ, അങ്ങനെ പല തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോഡിഗ്ലിയാനി അപ്രോച്ച്, അങ്ങനെ പല അപ്രോച്ചുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള റിസർച്ചിനെയാണ് എന്ത് വിളിക്കുന്നത്, ഫണ്ടമെന്റൽ ഓർ ബേസിക് ഓർ പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ളതുണ്ട്, അപ്ലൈഡ് റിസർച്ച് ഉണ്ട്, ഫണ്ടമെന്റൽ. പെട്ടെന്ന് ചെയ്യുന്ന റിസർച്ചിനെ നമുക്ക് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയാൻ സാധിക്കും. ഫണ്ടമെന്റൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിയറി ഡെവലപ്പ് ചെയ്യാനാണ്. ഓക്കെ, അതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക, ഫണ്ടമെന്റൽ ഓർ ബേസിക് ഓർ പ്യുവർ റിസർച്ച് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുക. ഇനി അതർ ടൈപ്പ് ഓഫ് റിസർച്ച്, മറ്റുള്ള റിസർച്ചുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൺ ടൈം റിസർച്ച് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയാം. ഇൻ ദിസ് റിസർച്ച് വൺ ഗ്രൂപ്പ് ഹാവ് ടു സ്റ്റഡീഡ് ഫോർ ലോങ് ടൈം ആൻഡ് ഇറ്റ് സ്റ്റഡീസ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ആൻ ഇൻഡിവിജ്വൽസ് ലൈഫ് ആൻഡ് ഓൾ. ഓക്കെ, ഇതിനെ നമുക്ക് വൺ ടൈം റിസർച്ച് എന്ന് വിളിക്കാം. ഫീൽഡ് സെറ്റിംഗ് റിസർച്ച് അല്ലെങ്കിൽ ലബോറട്ടറി റിസർച്ച്, ഇത്തരത്തിലുള്ള റിസർച്ച് ഉണ്ട്. അത് കോമൺലി സയൻസിലാണ് കൂടുതലായിട്ട് അത്തരത്തിലുള്ള റിസർച്ച് വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് ക്ലിനിക്കൽ റിസർച്ച്. ദീസ് ടൈപ്പ് ഓഫ് റിസർച്ച് ഫോളോ കേസ് സ്റ്റഡി മെത്തേഡ് ആൻഡ് ഹാവ് ആൻ ഇൻ-ഡെപ്ത് അപ്രോച്ച് ഇൻ ഓർഡർ ടു സ്റ്റഡി കോസൽ റിലേഷൻഷിപ്പ്. കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള റിസർച്ചുകളാണ്. അതായത് ബിസിനസ്സിലൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന കേസ് സ്റ്റഡി, ഇത്തരത്തിലുള്ള റിസർച്ചിനൊക്കെ ക്ലിനിക്കൽ റിസർച്ച് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റി ചെയ്യുന്ന റിസർച്ചാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഇൻ ദിസ് റിസർച്ച് റിസർച്ചർ യൂട്ടിലൈസസ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ലൈക്ക് ഡോക്യുമെൻറ്റ്സ്, ഇവൻറ്റ്സ് ആൻഡ് ഓൾ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് പാസ്റ്റ് പോയിന്റ് ഓഫ് ടൈം ആൻഡ് ഓൾ. അതായത് പാസ്റ്റ് ആയിട്ടുള്ള കാര്യത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്, ഹിസ്റ്ററിയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള റിസർച്ചാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. കഴിഞ്ഞു പോയ പണ്ട് കാലത്തെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന റിസർച്ചിനെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ കഴിഞ്ഞു പോയ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെയായിരുന്നു, ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഹിസ്റ്റോറിക്കൽ റിസർച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കഴിഞ്ഞ വർഷം പ്രളയം ഉണ്ടായി, അതിന് മുന്നത്തെ വർഷം പ്രളയം ഉണ്ടായി, ഇനി നെക്സ്റ്റ് വർഷം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും, കഴിഞ്ഞ വർഷം കൈകാര്യം ചെയ്യുന്നതിനേക്കാളും ആ ഒരു രീതി, ഇതിനാണെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. പാസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിൻ്റെ ഡാറ്റാ സെറ്റ് അന്നത്തെ രീതികളൊക്കെ അവലംബിച്ചിട്ട് പുതിയതായിട്ട് എന്ത് ചെയ്യുക ചെയ്തതിനാണ് നമുക്ക് എന്ത് വിളിക്കാം, ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ ആണ് കൺസെപ്ച്വൽ റിസർച്ച്. ദിസ് റിസർച്ച് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ സം അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് ഓർ തിയറി. ഓക്കെ, ചില തിയറിയുടെ അടിസ്ഥാനത്തിലുള്ള റിസർച്ചാണ് കൺസെപ്ച്വൽ റിസർച്ച്. നെക്സ്റ്റ് വൺ ആണ് എംപിരിക്കൽ റിസർച്ച്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ഓർ ഒബ്സർവേഷൻ. എക്സ്പീരിയൻസിൻ്റെ ഒബ്സർവേഷൻ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന റിസർച്ചാണ് എംപിരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതല്ലാതെ വേറെ ടൈപ്പ് റിസർച്ചുകളുണ്ട്. ഫസ്റ്റ് അതിലൊരെണ്ണമാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ഓക്കെ, അത് സ്ലൈഡിൽ കൊടുത്തിട്ടില്ല. എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം എക്സ്പെരിമെൻ്റ് നടത്താണ്. അതായത് കൂടുതലായിട്ടും അത് മരുന്നുകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതലായിട്ട് എക്സ്പെരിമെൻ്റ് റിസർച്ചൊക്കെ കൂടുതലായിട്ട് ചെയ്യുക. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാൻ പറ്റുക, ഒരു റൂം ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യണം. ഓക്കെ, അപ്പോൾ റൂം ടെമ്പറേച്ചറാണ് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്തായിരിക്കും, റൂം ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണ്, ആ ഒരു റൂമിലുണ്ടാകുന്ന ഫാൻ. അതുപോലെ തന്നെ വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തണുപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, റെയിനിങ് ഔട്ട്സൈഡ്, പുറത്ത് മഴ ഉണ്ടെങ്കിൽ റൂമിൻ്റെ അകത്ത് ചിലപ്പോൾ തണുപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്ത് വേരിയബിൾസാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസാണ്. അപ്പോൾ നമുക്ക് കണ്ടെത്തണം, ഇപ്പോൾ ചൂടാണോ, റൂമിലെ ടെമ്പറേച്ചർ എന്താണ്, റൂമിലെ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന മാറ്റത്തെ പറ്റി നമുക്ക് എന്ത് ചെയ്യണം, കണക്കാക്കണം. അപ്പോൾ ഒരു വ്യക്തി നമ്മളോട് പറയാണ് ഫാൻ ഇടാണെങ്കിൽ എന്ത് ചെയ്യും, റൂമിൽ ടെമ്പറേച്ചർ തണുക്കും, ഫാൻ ഓഫ് ചെയ്യാനാണെങ്കിൽ റൂമിൽ ടെമ്പറേച്ചർ കൂടും എന്നുള്ളൊരു അങ്ങനെ നമുക്ക് കണ്ടെത്താനാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യും, ഫാൻ ഓഫ് ചെയ്തിട്ടും ഫാൻ ഓൺ ചെയ്തിട്ടും നമ്മൾ എന്ത് ചെയ്യും, റൂമിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യും. അപ്പോൾ നമ്മളവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യണതാണ്, അവിടെ ഒരു സമയം നമ്മൾ കൺട്രോൾ ചെയ്യുകയും ഒരു സമയം കൺട്രോൾ ചെയ്യാതിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇത്തരത്തിലുള്ള റിസർച്ചിനാണ് എന്ത് വിളിക്കുന്നത്, എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് വിളിക്കുന്നത്. ഇത് ഡെസ്ക്രിപ്റ്റീവ് റിസർച്ചിന് നേരെ ഓപ്പോസിറ്റാണ്. ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കൺട്രോളിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്താണോ സിറ്റുവേഷൻ അത് ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമുക്ക് മെഷർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് നമ്മൾ തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് മാത്രം നോക്കാൻ പറ്റുള്ളൂ. നമുക്കതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇതാണ് എക്സ്പെരിമെൻറ്റ്.